بسم الله الرحمن الرحيم لسوف أعود يا أمي أقبل رأسك الزاكي أبثك كل أشواقي وأرشف عطر يمناك أمرغ في ثرى قدميك خدي حين ألقاك أروي الترب من دمعي سرورا في محياك لسوف أعود يا أمي أقبل رأسك الزاكي أبثك كل أشواقي وأرشف عطر يمناك أمرغ في ثرى قدميك خدي حين ألقاك أروي الترب من دمعي. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അവന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ നാം എല്ലാവരും എപ്പോഴും അധ്വാനിക്കണം, ശ്രമിക്കണം എന്നാദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരുടെ ജീവിത വിജയത്തിനു വേണ്ടി എന്ത് ആദർശമാണ് അവർ സ്വീകരിക്കേണ്ടത്, ഏത് വഴിയിലൂടെയാണ് അവർ സഞ്ചരിക്കേണ്ടത് എന്ന് കൃത്യമായി അമ്പിയാക്കളെ അയച്ചുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത സമൂഹങ്ങളിൽ വന്ന ഈ പ്രവാചകന്മാരെല്ലാവരും ഏറ്റവും പ്രധാനമായി ജനങ്ങളെ ക്ഷണിച്ചത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വത്തിലേക്കാണ്, സത്യത്തിലേക്കാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ട സമൂഹം ആ സമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട്
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് പടച്ച തമ്പുരാൻ പറയുന്നതും അത് തന്നെയാണ്. വമാ അർസൽനാ മിൻ ഖബ്രിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ആരാധനക്കർഹനായി ഞാനല്ലാതെ മറ്റാരുമില്ലെന്നും അതുകൊണ്ട് എന്നെ ആരാധിക്കണമെന്നുമുള്ള സന്ദേശവുമായിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകന്മാരെയും നാം അയച്ചിട്ടില്ല. ഈ ലോകത്ത് വന്ന അമ്പിയാക്കൾ അവർ ഏത് പ്രദേശത്ത് വന്നവരാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, ഏത് തരത്തിലുള്ള സംസ്കാരം വെച്ച് പുലർത്തുന്നവരാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശത്തിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിക്കുകയാണ് ഈ അമ്പിയാക്കളൊക്കെ ചെയ്തത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള കാരണം എന്താണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് കേവലം ഒരു മുദ്രാവാക്യമായി ആ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ അംഗീകരിക്കണമെന്നത് ഒരു നിർബന്ധമായ ആളുകളോട് കേവലം ഒരു വാക്യത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നില്ല. മറിച്ച് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് പടച്ചതമ്പുരാനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം വിശദീകരിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. വിശ്വാസികളെ മാത്രം വിളിച്ചുകൊണ്ടല്ല അള്ളാഹു പറയുന്നത്, മക്കയിലുള്ള ആളുകളെ മാത്രം വിളിച്ചുകൊണ്ടല്ല പറയുന്നത്, മറിച്ച് മനുഷ്യൻ എന്ന പദത്തിന്റെ പരിധിയിൽ ആരൊക്കെ ഉൾപ്പെടുമോ ആ മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആ കാര്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അല്ലാഹു അതിന്റെ അവസാനം പറയുന്നുണ്ട്. വഅൻതും തഅലമൂൻ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും തന്നെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതല്ല, ആർക്കെങ്കിലും ഉൾക്കൊള്ളുവാൻ സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത്. എന്തൊക്കെയാണത്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. എന്താണ് ആ റബ്ബിന്റെ പ്രത്യേകത? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക ശാസ്ത്ര വിദ്യാഭ്യാസ രംഗങ്ങളിൽ അത്യുന്നതിയിൽ നിൽക്കണമെന്നില്ല. സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം, എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപം കൊള്ളുമ്പോൾ ആരാണ് എനിക്ക് കൈ നൽകിയത്, ആരാണ് എനിക്ക് കാല് നൽകിയത്, എനിക്ക് ആന്തരാവയവങ്ങളും അതേപോലെ എന്റെ ശരീരത്തിന്റെ സംവിധാനവും രൂപപ്പെടുത്തിയതാര്? എന്റെ മാതാവിനെ ചികിത്സിച്ച ഡോക്ടറാണോ? അതല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയ ഏതെങ്കിലും ശൈഖന്മാരോ ഏതെങ്കിലും തങ്ങന്മാരോ ബീവിമാരോ അമ്പിയാക്കളോ ആണോ? അല്ല എന്നത് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി മാറ്റി തന്നിരിക്കുന്നവനാണവൻ. ആരാണ് ഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ചത്? മുഹീദ്ദീൻ ശൈഖാണെന്ന് പറയാൻ കഴിയുമോ? റിഫായി ശൈഖാണെന്ന് പറയാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ ഏതെങ്കിലും തങ്ങന്മാരോ ബീവിമാരോ അമ്പിയാക്കളോ ശാസ്ത്രജ്ഞന്മാരോ സിദ്ധന്മാരോ ദേവന്മാരോ ആണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാവരും ജനിച്ചു വീണത് ഈ ഭൂമിയിലേക്കാണ്, അവരെല്ലാവരും പിറന്നു വീണത് ഈ ഭൂമിയിലാണ്. അവരൊക്കെ ജനിക്കുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ഭൂമി, ഈ ഭൂമി ആരാണോ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, ജനങ്ങളെ, നിങ്ങൾക്ക് ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നിരിക്കുന്ന തമ്പുരാനെ നിങ്ങൾ ആരാധിക്കണം. പിന്നെയോ ഈ ആകാശത്തെ ഒരുക്കി തന്നിരിക്കുന്നതും അവനാണ്. വസ്സമാഅ ബിനാഅ, ഒരെടുപ്പ് പോലെ ഈ ആകാശത്തെ ഒരുക്കി തന്നിരിക്കുന്നവൻ, ഈ ആകാശത്തെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നിരിക്കുന്നവൻ. വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും,
ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ പെയ്യിച്ചു തരികയും ഭൂമിയിൽ നിന്ന് ചെടികൾ മുളപ്പിച്ചു തരികയും ചെയ്തവൻ. അവനെയാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, ആ പടച്ചതമ്പുരാന് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കുവാൻ പാടില്ല. വഅൻതും തഅലമൂൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. ഇത് മനസ്സിലാക്കാൻ ആർക്കാണ് പ്രയാസം? ഇത് മനസ്സിലാക്കാൻ ആർക്കാണ് ബുദ്ധിമുട്ട്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക എന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണമെന്നത് ഒരു കാരണവുമില്ലാതെ പടച്ചതമ്പുരാൻ നൽകിയ ഒരു സന്ദേശമല്ല, മറിച്ച് എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, എന്തുകൊണ്ട് മറ്റാരെയും ആരാധിക്കുവാൻ പാടില്ല എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നതിന് പകരം, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് പകരം മറ്റു പലരെയും ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആളുകളെ ക്ഷണിച്ചു. അംഗീകരിക്കാൻ കുറച്ചാളുകൾ തയ്യാറായി, അംഗീകരിക്കാത്ത ആളുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് പ്രവാചകന്മാർ അവസാനിക്കുന്നതല്ല നാം കാണുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകന്മാർ കടന്നു വരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. കുറെ ആളുകൾ സ്വീകരിക്കുന്നു, കുറെ ആളുകൾ സ്വീകരിക്കാതിരിക്കുന്നു. വീണ്ടും പ്രവാചകന്മാർ വരുന്നു. ഇതാണ് മനുഷ്യ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമൂഹത്തിലേക്ക് കടന്നു വന്നു. എന്തായിരുന്നു ഈ സമൂഹത്തിന്റെ അവസ്ഥ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. ആരാണ് അല്ലാഹു എന്നവർക്കറിയാമായിരുന്നു. അല്ലാഹുവിന്റെ കഴിവുകളെ കുറിച്ച് ബോധമുണ്ടായിരുന്നു അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേര് അബ്ദുല്ലാ, അല്ലാഹുവിന്റെ അടിമ എന്നായിരുന്നു. അല്ലാഹുവിനെ അവർക്കറിയാം, മനുഷ്യൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പരസ്പരം കാണുമ്പോൾ ആശംസ അർപ്പിച്ചിരുന്നു. ഹയ്യാക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് പരസ്പരം ആശംസിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന് ദീർഘായുസ് നൽകുന്നത് അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തെ പറ്റി വിശദീകരിക്കുന്ന കാര്യം നമുക്ക് കാണാം. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്നല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശവുമായി ആ സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നപ്പോൾ സ്വീകരിക്കുവാൻ തയ്യാറാവാതെ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആ റസൂലിനെ അംഗീകരിച്ച സഹാബത്തിനെയും അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും പ്രവാചകനെയും അനുയായികളെയും കല്ലെറിയുകയും സ്വന്തം നാട്ടിൽ നിന്ന് അവരെ ആട്ടിയോടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളോട് ചോദിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലയിൻ സഅൽതഹും, നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ. ആരോടാ ചോദിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച് അങ്ങയോടൊപ്പം ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അബൂബക്കറിനെ പോലെ, ഉമറിനെ പോലെ, ഉസ്മാനെ പോലെ, അലിയെ പോലെ റളിയല്ലാഹു അൻഹും അങ്ങയുടെ അനുയായികളായ ആളുകളോടല്ല, മറിച്ച് നിങ്ങൾക്കെതിരെ കല്ലുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന, ബിലാലിന്റെ നെഞ്ചിൽ കല്ല് കയറ്റി വെക്കാൻ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന, അമ്മാറിന്റെയും യാസറിന്റെയും അതേപോലെയുള്ള ആളുകളുടെയും രക്തത്തിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളോട് നബിയെ ചോദിക്കണം, മൻ നസ്സല മിനസ് സമാഇ മാഅ, ആരാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നത്? ആരാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നത്? ഫഅഹ്യാ ബിഹിൽ അർള്, ആ വെള്ളത്തിലൂടെ, ആ മഴയിലൂടെ ആരാണ് ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റുന്നത്? മിൻ ബഅദി മൗതിഹാ, അത് നിർജീവമായതിന് ശേഷം ചത്തുകിടക്കുന്ന ഭൂമിയെ മഴവെള്ളത്തിലൂടെ സജീവമാക്കുന്നത് ആരാണ്? ലയഖൂലുന്നല്ലാഹ്, അപ്പോഴവർ പറയും അത് അല്ലാഹുവാണ്. ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണ്. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലുന്നല്ലാഹു ഖുലിൽ ഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅലമൂൻ. നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കണം, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിക്കുക. ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയും.
എന്നിങ്ങനെ ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത് എന്നതിന്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നതിന്, ആരാണ് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ഉണ്ടാക്കുന്നത് എന്നതിന് ഒക്കെ ഉത്തരമായി അവർക്ക് പറയാനുണ്ടായിരുന്ന മറുപടി അതൊക്കെ അള്ളയാണ് എന്നാണ്. ഇതൊക്കെ അള്ളയാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചു. കഅബാലയത്തിന്റെ അടുക്കൽ തവാഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മുശ്രിക്കുകൾ. ആ കഅബാലയത്തിന് ചുറ്റും അവർ നിശ്ചയിച്ചു വെച്ച ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചു പറയുകയാണ്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. പടച്ചതമ്പുരാനെ, നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല, ഇല്ലാ ശരീകൻ ഒരു പങ്കാളിയല്ലാതെ. എന്താ പങ്കാളിയുടെ പ്രത്യേകത? ഹുവ ലക തംലികുഹു വമാ മലക്. ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകൾ അഖിലവും നിനക്കുള്ളതാകുന്നു തമ്പുരാനെ. നീ കൊടുക്കാത്ത ഒരു കഴിവും ആ പങ്കാളിക്കില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇവയൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇബ്രാഹിമിനെ ആരാധിക്കുന്നത്? എന്തിനാണ് ഇസ്മായിലിനെ ആരാധിക്കുന്നത്? എന്തിനാണ് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താ? ലാത്തക്ക് സ്വയം കഴിവുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സ്വയം സഹായിക്കാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇബ്രാഹിം നബിയാണ് സൂര്യനെ ഉണ്ടാക്കിയത്, ഇസ്മായിൽ നബിയാണ് ഭൂമി ഉണ്ടാക്കിയത്, അതല്ലെങ്കിൽ മൂസാ നബിയാണ് പക്ഷിയെ ഉണ്ടാക്കിയത് എന്നിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമല്ല അവർക്ക് പറയാനുള്ളത്. ഈ ചോദ്യത്തിനുള്ള അവരുടെ മറുപടി ഖുർആൻ പഠിപ്പിക്കുന്നു. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളയുണ്ട്, അള്ളാഹുവാണ് പരമാധികാരി, ആ അള്ളാഹുവിലേക്ക് ഞങ്ങൾ എത്തിച്ചേരണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നാണ്. എന്നു മാത്രമല്ല, ജീവിതത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തു. വൈദാ ഗശിയഹും മൗജുൻ കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ തിരമാലകൾ അവരെ വന്ന് മൂടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കൂ. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് സംരക്ഷകൻ, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നവൻ, അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ. അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ജീവിതത്തിൽ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ വിശ്വസിച്ച ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. എന്താ അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കുഴപ്പം? നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളുടെ വിശ്വാസപ്രകാരം എന്താണ് അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കുഴപ്പം? ഈ ആളുകൾ അള്ളാഹുവിനെ പറ്റി ഈ തരത്തിലുള്ള ധാരണകളൊക്കെ വെച്ച് പുലർത്തി. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. നോക്കൂ, നാം ബദർ യുദ്ധം നടക്കുകയാണ്, നാം റമളാനിലാണുള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ബദർ യുദ്ധത്തിന്റെ ചരിത്രം പറയാൻ, ബദർ യുദ്ധത്തിന്റെ കഥകൾ പറയാൻ, അത് പറഞ്ഞുകൊണ്ട് ആളുകളെ ആവേശം കൊള്ളിക്കുവാൻ ഒരുപാട് ആളുകൾ രംഗത്ത് വരും. ആര് തമ്മിലാ ബദർ യുദ്ധം നടക്കുന്നത്? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും തമ്മിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. എന്താ രണ്ട് വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം? അബൂജഹൽ വിശ്വസിക്കുന്നു അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ. അബൂജഹലും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ, അവൻ കൊടുക്കാത്ത ഒരു കഴിവും ആർക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കുന്നു അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അബൂജഹലിനോട് ചോദിച്ചാൽ അബൂജഹലിനും പറയാനുള്ള മറുപടി അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ബദർ യുദ്ധത്തിന് വേണ്ടി തന്റെ അനുയായികളെ സജ്ജമാക്കിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് തന്റെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി. പടച്ചതമ്പുരാനെ, നീ വാഗ്ദാനം ചെയ്ത വിജയം നീ എനിക്ക് നൽകണമേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദിനെയും അനുയായികളെയും പരാജയപ്പെടുത്തുവാൻ വേണ്ടി തന്റെ അനുയായികളെ ഒരുക്കൂട്ടിയതിന് ശേഷം കഅബാലയത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിക്കുക.
പടച്ചവനെ, ഞങ്ങളിതാ മുഹമ്മദുമായി യുദ്ധത്തിന് പോവുകയാണ്. ഹക്കും ബാത്തിലും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഞങ്ങളാണ് ഹക്കിന്റെ ഭാഗം, അതുകൊണ്ട് ഹക്കിനെ നീ വിജയിപ്പിക്കണമേ. ആരോടാണോ അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചത്, അതേ തമ്പുരാനോട് തന്നെ അബൂജഹലും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്തിനാ അവിടെ ബദർ യുദ്ധം ഉണ്ടായത്? എല്ലാവരും ഇത് അംഗീകരിച്ചിട്ടും, ഇരുഭാഗത്തുള്ള ആളുകളും ഇത് അംഗീകരിച്ചിട്ടും എന്തിന് ബദർ യുദ്ധമുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, അബൂജഹൽ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചു എന്നതാണ്. അതാണ് കാര്യം. അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അബൂജഹൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ദഅവത്താണ്, ഈ ഒരു സത്യത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ക്ഷണിച്ചത്. അഥവാ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അള്ളാഹു മാത്രം പോരെ എന്ന ചോദ്യം അവിടെയാണ് വരുന്നത്. ഈ കഴിവുകളൊക്കെ അള്ളാഹുവിനുണ്ട് എന്ന് അംഗീകരിച്ചിട്ടും എന്തിനാണ് ഇവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്? ഇപ്പോ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കാമെന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുകൾ ഓതുന്ന ആളുകളുണ്ട്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓരോന്നോരോന്നായി ഓതിക്കേൾപ്പിക്കുകയാണ് ആ സമൂഹത്തെ. എന്തിൽ നിന്നാണ് അവരോട് മാറാൻ ആവശ്യപ്പെടുന്നത്? ഇബ്രാഹീമിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മാറണം, ഇസ്മായിലിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മാറണം, ലാത്തയോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മാറണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകിയപ്പോ അന്നിറങ്ങിയ ആയത്തുകൾ തന്നെയാണല്ലോ ഖുർആനിലുള്ളത്. ഏതെങ്കിലും ഒരായത്തെടുത്ത് അറബി ഭാഷയിൽ അപാരമായ കഴിവുണ്ടായിരുന്ന മക്കയിലെ ഏതെങ്കിലും ഒരു മുശ്രിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി, അല്ല മുഹമ്മദേ, നിന്റെ ഖുർആനിലല്ലേ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ എന്ന ആയത്ത് നീ പഠിപ്പിക്കുന്നത്? അതേപോലെ നീ ഓതിക്കേൾപ്പിക്കുന്ന ഖുർആനിലല്ലേ അല്ലാഹു സമദ് എന്ന ആയത്തുള്ളത്? ഇതൊക്കെ ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കാമെന്നതിന് തെളിവല്ലേ എന്ന് മക്കയിലെ ഏതെങ്കിലും ഒരു മുശ്രിക്ക് ചോദിച്ചോ? ചോദിച്ചില്ല. അള്ളാഹുവിന്റെ ഖുർആനിനെ ആ രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുവാനുള്ള ധൈര്യം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ അവർ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇന്ന് ഈ പ്രവർത്തനത്തിന് തെളിവെന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തുരുതുരാ ഓതാൻ ആളുകൾ തയ്യാറാണ്. എന്ന് മാത്രമല്ല, മക്കയിലെ മുശ്രിക്കുകളുടെ പേരിൽ പോലും നുണ പറയാൻ ആളുകൾക്ക് യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അള്ളാഹുവിലല്ല. ഈ പറയുന്ന ആകാശത്തെ ഉണ്ടാക്കിയതാരെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹ് എന്ന് പറഞ്ഞത്, ഭൂമിയെ ഉണ്ടാക്കിയതാരെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹ് എന്ന് പറഞ്ഞത്, അതുപോലെ സൂര്യചന്ദ്രന്മാരെ ഉണ്ടാക്കിയതാരെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹ് എന്ന് പറഞ്ഞത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാര് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹ് എന്ന് പറഞ്ഞത്, അതൊന്നും നമ്മൾ പറയുന്ന അള്ളയല്ല. അത് കുറെ കുട്ടി ദൈവങ്ങളും കുറെ വലിയ ദൈവങ്ങളും ഒക്കെയുള്ള ഒരു ദൈവിക സഭയെ കുറിച്ചാണ് എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. അങ്ങനെയാണോ അള്ളാഹു വിശദീകരിച്ചത്? ഈ ഓതിയ ആയത്തുകൾക്കൊക്കെ അവസാനം അള്ളാഹു എന്താണ് പറയുന്നത്? നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ചവരെ അള്ളാഹു ആണെന്നവർ പറയുമെന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുന്നത് എന്താണ്? ഖുലിൽ ഹംദുലില്ലാഹ്, നബിയെ പറയുക അൽഹംദുലില്ലാഹ് എന്ന് പറയുക. ഇതൊക്കെ അള്ളയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കാരണം എന്താണ്? അതെങ്കിലും ഇവർ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഇതിവർ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈ പറഞ്ഞതൊക്കെ വേറെ ഒരു അള്ളയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വേറെ ചില ആയത്തുകളിൽ കാണാം ഫഅന്നാ യുഫകൂൻ, എന്നിട്ടും അവരെങ്ങനെ തെറ്റിപ്പോയി. ഇതൊക്കെ അള്ളയാണെന്ന് അംഗീകരിച്ചിട്ടും അവരെങ്ങനെ തെറ്റിപ്പോയി. എവിടെയാ തെറ്റിപ്പോയത്?
തെറ്റിപ്പോയത് ഇതൊക്കെ അള്ളയാണെന്ന് അംഗീകരിച്ചിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ അവർ തെറ്റിപ്പോയി. ഇത് തന്നെ തെറ്റിയതാണെങ്കിൽ എന്നിട്ട് എങ്ങനെ തെറ്റിപ്പോയി എന്ന് പറയേണ്ടതുണ്ടോ? നാം ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള മുശ്രിക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാര് വേണം. ഇന്നത്തെ ഈ പൗരോഹിത്യം ആളുകളോട് പറയുന്നത് എന്താണ്? അവര് അള്ളാഹുവിലൊന്നല്ല വിശ്വസിച്ചത്, അവര് വേറെ അള്ളാഹുവിലാണ് വിശ്വസിച്ചത്. അവര് വിശ്വസിച്ചത് സ്വയം കഴിവുള്ള കുറെ ഇലാഹുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആളെ ഏർപ്പാട് ചെയ്യണോ? സ്വയം കഴിവുള്ള ശക്തികളിലാണ് ഇവർ വിശ്വസിച്ചത് എങ്കിൽ ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ശുപാർശക്കാരാണെന്ന് എന്തിനു പറയണം? അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അള്ളാഹുവിൽ തന്നെയായിരുന്നു. ആ അള്ളാഹുവിന് സ്വന്തമായ കഴിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്നും മറ്റാർക്കും ആ കഴിവില്ല എന്നും തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. അത് ആ ആളുകൾ പറയാനും തയ്യാറായി. നമ്മളെ നാട്ടിലുള്ള ആളുകൾ അത് പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രം. ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്, ശരീക്കിനെ വെക്കലാണ്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ചോദിച്ചാലും അത് ശരീക്കിനെ വെക്കലാണ് എന്ന് പറയാൻ മക്കയിലുള്ള മുശ്രിക്കുകൾ തയ്യാറായിരുന്നു. നമ്മളെ നാട്ടിലുള്ള ആളുകൾ പറയുന്നതോ അങ്ങനെ വെച്ചാൽ ശരീക്കാവൂല, അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാവില്ല എന്ന്. ഇതാണ് കാര്യത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത് അവർക്ക് പരിചയമില്ലാത്ത, അവർ കേൾക്കാത്ത, കാണാത്ത, അവർക്ക് യാതൊരു ബോധവും അവരുടെ മനസ്സിലില്ലാത്ത ഒരാദർശമായിരുന്നില്ല. മറിച്ച് അവർ കേട്ടിരുന്ന, അവർ മനസ്സിലാക്കിയിരുന്ന ഒരു അള്ളാഹുവിലേക്ക്, ആ സത്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഇതൊക്കെ അള്ളാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അവരോട് ദീർഘമായി വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഈ സത്യം വിളിച്ചു ചോദിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹുവല്ലാത്ത ശക്തികളെ അവർ ആരാധിച്ചു. നിങ്ങൾ എങ്ങനെ അല്ലാഹുവല്ലാത്ത ശക്തികളെ ആരാധിക്കുന്നത് ശരിയല്ല, ആ ശക്തികളോട് ആരാധന നടത്തുന്നത് ശരിയല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എന്താ ഇവർ ചെയ്ത ഇബാദത്ത്? ചില ആളുകൾ പറയും ഞങ്ങൾ അങ്ങനെ ഇബാദത്തൊന്നും ചെയ്യുന്നില്ലല്ലോ. ഈ മുഹീദ്ദീൻ ശൈഖോ അതല്ലെങ്കിൽ റിഫായി ശൈഖോ അതേപോലെയുള്ള ആളുകളൊന്നും ഇലാഹുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർ ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ കുഴപ്പമാവുള്ളൂ എന്നാണ്. എന്താ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ ആരാധന അർപ്പിക്കുക എന്നാണ്. എന്താ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ. മക്കയിലുള്ള മുശ്രിക്കുകൾ ചെയ്ത ഏർപ്പാടിനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹുവിന് പുറമെ അവർ ആരാധ്യ വസ്തുക്കളെ സ്വീകരിച്ചു. എന്താണ് ആരാധ്യ വസ്തുക്കളുടെ പ്രത്യേകത? എങ്ങനെയാണ് അവർ സ്വീകരിച്ചത്? വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ. ഒന്നിനെയും സൃഷ്ടിക്കാത്ത എന്നാൽ സൃഷ്ടികളായ ചില ശക്തികളെയാണ് അവർ ഇലാഹുകളായി സ്വീകരിച്ചത്. ഒന്നിനെയും പടക്കാത്ത എന്നാൽ പടപ്പുകളായ ചില ശക്തികളെ അവർ ഇലാഹുകളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരാണ് ലോകം ഉണ്ടാക്കിയത് എന്ന് വിശ്വസിച്ചു എന്നാണോ? അല്ല, അങ്ങനെ ഒരു വിശ്വാസം അവർക്കില്ല. ഖുർആൻ പറഞ്ഞു. സ്വയം എന്തെങ്കിലും കഴിവ് ഇവർക്കുണ്ട് എന്ന് വിശ്വസിച്ചതാണോ? അല്ല എന്ന് ഖുർആൻ പറഞ്ഞു. പിന്നെന്താ ചെയ്ത തെറ്റ്? ഏതാണ്ട് ഇതേ പദങ്ങൾ തന്നെ പ്രയോഗിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് കാണാം, വല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. വല്ലദീന യദഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ ചില ശക്തികളോട് ഇവർ ദുആ നടത്തുകയാണല്ലോ, അല്ലാഹുവിന് പുറമെ ചില ശക്തികളോട് ഇവർ പ്രാർത്ഥന നടത്തുകയാണല്ലോ. എന്താണ് ആ ശക്തികളുടെ പ്രത്യേകത? ലാ യഖ്ലുഖൂന ശൈഅ, അവരൊന്നിനെയും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. ഒന്നിനെയും സൃഷ്ടിക്കാത്ത ശക്തികളോടാണ് ഇവർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അംവാത്തുൻ, മരിച്ചുപോയവരാണവർ. ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവരാണവർ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ഖിയാമത്ത് നാളെന്നറിയാത്തവരുമാണ്. എന്നാണ് ഖിയാമത്ത് നാളെന്നറിയാത്ത,
മരിച്ചുപോയ ജീവനില്ലാത്ത ഒന്നിനെയും സൃഷ്ടിക്കാത്ത എന്നാൽ സൃഷ്ടികളായ പടപ്പുകളായ ശക്തികളോട് അവർ ദുആ നടത്തി. ഇതാണ് അവർ ചെയ്ത ഇലാഹാക്കൽ. അത് ലോകത്ത് ആര് ചെയ്താലും ഇലാഹാക്കലാണ്. മുഹീദ്ദീൻ ശൈഖ് എന്നവരെ ഇലാഹാക്കിക്കൊണ്ട് ഞാൻ ദുആ ഇറക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. മുഹീദ്ദീൻ ശൈഖിനെ വേണ്ടി നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. ഒരാൾ നിസ്കരിക്കുന്നു, മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നൊരാൾ നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ അയാൾ മുഹീദ്ദീൻ ശൈഖിനെ ആരാധിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. ഒരാൾ റമളാൻ മാസത്തിലെ ഫർള് നോമ്പാകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസങ്ങളിൽ എടുക്കുന്ന സുന്നത്ത് നോമ്പുകളാകട്ടെ, ഇത് മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി നോറ്റുവീടുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ റമളാൻ 17 നോമ്പെടുക്കല്ലോ എല്ലാവരും. ആ റമളാൻ 17 നോമ്പ് ബദരീങ്ങൾക്ക് വേണ്ടി നോറ്റുവീടുന്നു എന്ന് ആരെങ്കിലും നിയ്യത്ത് ചെയ്താൽ അവൻ ബദരീങ്ങളെ ആരാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഇല്ല. എന്താ കാര്യം? നോമ്പ് ആരാധനയാണ്. ആരാധനയായ നോമ്പ് അള്ളാഹ്ക്കേ ചെയ്യാൻ പാടുള്ളൂ. അത് ബദരീങ്ങൾക്ക് ചെയ്താലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി ആ പ്രവർത്തനം. അപ്പോൾ ബദരീങ്ങളെ ഇലാഹാക്കിക്കൊണ്ട് നോമ്പെടുക്കുന്നു എന്ന് പറയണോ? ബദരീങ്ങളെ ഇലാഹാക്കിക്കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് പറയണോ? മുഹീദ്ദീൻ ശൈഖിനെ ഇലാഹാക്കിക്കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് പറയണോ? വേണ്ട. മുഹീദ്ദീൻ ശൈഖിനെ നിസ്കരിച്ച മുഹീദ്ദീൻ ശൈഖ് ഇലാഹായി. ഇനി ഇലാഹാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാലോ പിന്നെ നിസ്കാരം നോമ്പൊന്നും അതും വേണ്ടതില്ല, അതോടുകൂടി തന്നെ ഇലാഹായി. മുഹീദ്ദീൻ ശൈഖിനെ ഇലാഹാക്കിക്കൊണ്ട് എന്ന് പറയുന്നതോടുകൂടി തന്നെ പിന്നെ ഒരു ആരാധന ചെയ്യണമെന്നില്ല, ഇലാഹാണെന്ന് അംഗീകരിക്കലായി. ആരാധന ചെയ്താലോ അത് ഇലാഹാണെന്ന് അംഗീകരിച്ചില്ലെങ്കിലും ഇലാഹായി മാറുകയാണ്. കാരണം ആരാധനക്കർഹനായി എന്നതുകൊണ്ടാണ് ആരാധന അർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ അല്ലാഹുവിനെ ആരാധിക്കുന്നവർ തന്നെയാണ്. അല്ലാഹു പറയുന്നു, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസറ ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർ അല്ലാഹുവിനെ ഒരു വക്കിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നവരാണ്. അല്ലാഹുവിനെ അവർ ആരാധിക്കും, അല്ലാഹ് ഉണ്ട് എന്ന് അവർ പറയും, അല്ലാഹ് ഉണ്ട് എന്ന് അവർ അംഗീകരിക്കും. ഒരു വക്കിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ അവർ ആരാധിക്കും. എന്തെങ്കിലും ഖൈറ് കിട്ടിയാലോ അത് അല്ലാഹ് എന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു പോകും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല, അള്ളയാണ് ഇതൊക്കെ തരുന്നത് എന്ന വിശ്വാസത്തോടെ അവരങ്ങനെ പോകും. എന്നാൽ എന്തെങ്കിലും പരീക്ഷണം വന്നാലോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാൽ, കുട്ടികൾക്ക് അസുഖം വന്നാൽ, കച്ചവടം നഷ്ടത്തിലേക്ക് പോയാൽ, വാഹനം തുടരെ 2-3 പ്രാവശ്യം അപകടത്തിൽപ്പെട്ടാൽ, ഇതേപോലെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അവനതാ അവിടെ നിന്ന് മുഖം തിരിച്ചു പോവുകയാണ്. ആ വക്കിൽ നിന്നവൻ തിരിഞ്ഞു പോവുകയാണ്. ഖസറത് ദുനിയ വൽ ആഖിറ. ആ തിരിച്ചുപോക്കിലൂടെ അവന്റെ ദുനിയാവും നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ടു. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതല്ലേ ഏറ്റവും വ്യക്തമായ നഷ്ടം. എങ്ങനെയാണ് അവൻ തിരിച്ചു പോകുന്നത്? അള്ളാഹുവിന്റെ ആ വക്കിൽ നിന്ന് എങ്ങനെയാണ് അവൻ മടങ്ങിപ്പോകുന്നത്? അള്ളാഹു വിശദീകരിക്കുകയാണ്. യദൂ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. അവൻ ആരാധിക്കുകയാണ് ആരെ? ആരോടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്? യദൂ, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ലമല്ലറുഹു അഖറബു മിൻ നഫ്ഇഹി, തനിക്ക് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവം ചെയ്യുന്ന ശക്തികളെയാണ്. ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവം ചെയ്യുന്ന ശക്തികളോടാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. ഏറ്റവും വിദൂരമായ വഴികേടാകുന്നുവല്ലോ അത്. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, ഇന്നല്ലാഹ യദഊ ലമൻ ളർറുഹു അഖറബു മിൻ നഫ്ഇഹി ലബീസൽ മൗലാ വലബീസൽ അശീർ. യദഊ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു. അങ്ങനെയാണ് ആദ്യം പറയുന്നത്. യദഊ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു. തനിക്ക് ഉപകാര ഉപദ്രവം ഒന്നും ചെയ്യാത്ത ശക്തികളോട് അവൻ പ്രാർത്ഥിക്കുന്നത്. ഉപകാരം ചെയ്യാൻ കഴിയാത്ത,
ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ശക്തികളോടാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ അതാകുന്നു ഏറ്റവും വിദൂരമായ വഴികേട്. ഇവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൊണ്ട് ഇവൻ ഉപകാരമല്ല, ഉപദ്രവമാണുള്ളത്. ലബീസൽ മൗലാ വലബീസൽ അശീർ. എത്ര മോശമായ മൗലയാണ്, എത്ര മോശമായ ചങ്ങാതിമാരാണ് ഇവരൊക്കെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇതല്ലേ? എന്താണിപ്പോ അള്ളാഹുവും നമ്മുടെ സമൂഹവും തമ്മിലുള്ള ബന്ധം? അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ദഫിന്റെ പാട്ട്. അള്ളാഹിനെ വക്കിൽ നിന്നുകൊണ്ടാണ് ആരാധിക്കുന്നത് എന്ന് അള്ളാഹ് പറഞ്ഞത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നത് ദഫിന്റെ പാട്ട് കേൾക്കുമ്പോഴാണ്. എങ്ങനെയാ പാടുക? യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചിട്ട് അതേപോലെ ശൈഖന്മാരെ വിളിച്ചിട്ടാണ് പാടുക. പിന്നെ അള്ളാഹ് എന്ന് പറയപ്പോഴാണ് അടുത്ത വരി പാടാനുള്ള ഒരു താളത്തിന് വേണ്ടി മാത്രം. വിളിയൊക്കെ ശൈഖിനെയും അള്ളാഹു താളം പറയാനുള്ള ഒരു താളവുമായി മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇതന്നെയാണ് അള്ളാഹ് പറഞ്ഞത്. ജീവിതത്തിലെ പരീക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ അപ്പൊ അള്ളാഹ് പോരാ. ഖൈർ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ, നന്മ മാത്രമാണ് ലഭിക്കുന്നത് എങ്കിൽ, കച്ചവടം എപ്പോഴും ലാഭത്തിലാണെങ്കിൽ, ആരോഗ്യം എപ്പോഴും ദൃഢമായി തന്നെയാണെങ്കിൽ, കുഞ്ഞുങ്ങളൊക്കെ സുഖത്തോടു കൂടിയാണെങ്കിൽ, വീടിന് അപകടങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ അപ്പൊ അള്ളാഹ് മതി. ആ വക്കിലൂടെ അങ്ങനെ അവരങ്ങ് മുന്നോട്ടേക്ക് പോകും. പരീക്ഷണം വന്നാലോ? ഒരു കുട്ടിക്ക് അസുഖമായി, ഡോക്ടറെ കാണിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി, ഗുളിക കഴിച്ചു, അത്യാവശ്യം ഭേദമായി. അതേതാണ്ട് ഭേദാകുമ്പോഴത്തേക്ക് അടുത്ത കുട്ടിക്ക് അസുഖം. കുറച്ചു ദിവസം കഴിഞ്ഞു, അത് മാറുമ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് രോഗം. അതിങ്ങനെ ഏതാണ്ട് ശരിയായി വരുമ്പോഴേക്കാണ് വീട്ടിന്റെ ഒരു ഭാഗത്തിന് തീ പിടിക്കുന്നത്. അതിലിങ്ങനെ മനസ്സ് നൊന്ത് കഴിയുമ്പോഴാണ് വീടിന്റെ മുകളിലേക്ക് ഒരു തെങ്ങ് വീഴുന്നത്, അതല്ലെങ്കിൽ ഒരു കൃഷിനാശം വരുന്നത്. ഇങ്ങനെ ദുരന്തങ്ങൾക്ക് പിറകെ ദുരന്തങ്ങൾ ഒന്നായി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അതാ അവന്റെ അടുക്കലേക്ക് വരികയാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നതി വന്നാസ്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശക്തികൾ ഇവന്റെ മനസ്സിൽ ദുർബോധനം നടത്താൻ വേണ്ടി കടന്നു വരുന്നു. എന്നിട്ട് എന്താ പറയാ? ആ അയൽക്കാരൻ വന്നിട്ട് പറയും, ഇതങ്ങനെ ചികിത്സിച്ചാൽ മാറുന്ന രോഗമൊന്നുമല്ല, ഇതാരോ എന്തോ ചെയ്തതാണ്, ഇതങ്ങനെ ഡോക്ടറെ അടുത്ത് പോയാൽ മാറുന്നതല്ല. ഏർവാടിയിലേക്ക് പോകണം, ഭീമാപള്ളിയിലേക്ക് പോകണം, പുത്തൻപള്ളിയിലേക്ക് പോകണം, ഏതെങ്കിലും ജാറങ്ങളിലേക്ക് പോകണം. ആളുകൾ അങ്ങനെ ദുർബോധനം നടത്താൻ തുടങ്ങുന്നു. ജിന്ന് മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളുണ്ട്, അതേപോലെ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളുണ്ട്. ഇവര് വന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. അപ്പോഴോ അതുവരെ ഉണ്ടായിരുന്നത് തന്നെ വക്കത്താണ്. അപ്പോഴും അവൻ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, വക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വന്നാലോ പിന്നെ ആ വക്കുന്നും പോയി അള്ളാഹുവിൽ നിന്നകന്ന് ഇത്തരം ശക്തികളോട് പ്രാർത്ഥിക്കും. കച്ചവടം നഷ്ടത്തിലായി. അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ചെമ്പ് തകിടിൽ എന്തൊക്കെയോ അക്ഷരങ്ങളും അക്കങ്ങളൊക്കെ എഴുതി ക്യാഷ് കൗണ്ടറിന്റെ പുറകിൽ അവിടെ തൂക്കിയിട്ടാൽ കച്ചവടം ലാഭകരമാകുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ഒരു തകിട് എഴുതിച്ച് മേശയിലേക്ക് ഇട്ടാൽ അത് രക്ഷപ്പെടുമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖസറദ് ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ദുനിയാവും പോയി, ആഖിറവും പോയി. കാരണം എന്താ? തകിട് എഴുതിയിട്ടോണ്ട് കച്ചവടം നന്നാവോ? അള്ളാഹ് വിചാരിച്ചില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യം നേരെയാകുമോ? പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഈ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പടച്ചവനെ നീ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴാണ് അള്ളാഹു പോരെ എന്ന പോസ്റ്റർ കാണുന്നത്. നിസ്കാരത്തിൽ പറഞ്ഞതെന്താ? പടച്ചവനെ നീ ഞങ്ങൾക്ക് മതി. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചതമ്പുരാനെ നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാനും ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പടച്ചതമ്പുരാന്റെ മുമ്പിൽ പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന മനുഷ്യൻ ഈ പോസ്റ്റർ കാണുമ്പോൾ അസ്വസ്ഥനാവുകയാണ്. പറഞ്ഞതൊക്കെ മറന്നുപോയി. അപ്പൊ കൈനേരെ പോകുന്നത് പോസ്റ്ററിന്റെ മുകളിലേക്കാണ്. അല്ലാഹ് പോരാ, അല്ലാഹ് മതിയായില്ല. അള്ളാഹുവിനെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല. ദിക്ർ ഹൽക്കൊക്കെ വിളിച്ചു നോക്കൂ, ഉറക്കെ വിളിച്ചു പറയും, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. തൃപ്തിയുണ്ടോ മനുഷ്യന്? തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. പടച്ചതമ്പുരാൻ മാത്രം മതി എന്നെ സഹായിക്കാൻ, എനിക്കെന്റെ റബ്ബ് മതി എന്ന് വിശ്വസിക്കുവാൻ.
ഏത് തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ സഹായിക്കുവാൻ എന്റെ തമ്പുരാന് മാത്രമേ കഴിയൂ എന്നും മറ്റൊരാൾക്കും അതിന് സാധിക്കുകയില്ല എന്നുമുള്ള വിശ്വാസം മനസ്സിൽ കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുന്നത്? കഴിയുന്നില്ല എന്നതാണ് സത്യം. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, എന്തിനാ ആളുകൾ ഇങ്ങനെ ഈ ശക്തികളോടൊക്കെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ മൊഹീദ്ദീൻ ശേഖിനോട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ റിഫായി ശേഖിനോട് പ്രാർത്ഥിക്കുന്നത്? അതല്ലെങ്കിൽ എന്തിനാ ഇത്തരം സ്ഥലങ്ങളിലേക്ക് നേർച്ചയാക്കുന്നത്? എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം ഇല്ലാതാകാൻ. അല്ലാഹു പറയുന്നതോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുത്താൻ ഉദ്ദേശിച്ചാൽ ഫലാ കാശിഫ ലഹു, ആ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ, ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറ്റിത്തന്ന് നിങ്ങൾക്ക് സുഖവും സൗകര്യവും നന്മയും പ്രദാനം ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല. വൈയുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫളിഹി, ഇനി അല്ലാഹ് എനിക്കൊരു നിഅമത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും ഒരു ഗുണം പടച്ച തമ്പുരാൻ എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ ആ ഗുണത്തെ തടയാനും ആർക്കും കഴിയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് ആർക്കാണോ അവനത് ഉദ്ദേശിക്കുന്നത് അത് ലഭിക്കുക തന്നെ ചെയ്യും. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് ചോദിച്ച ചോദ്യം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖാല ഫതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും ഉഫിൽ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹി അഫലാ തഅഖിലൂൻ. തന്റെ പിതാവിനോട് സമൂഹത്തോട് ചോദിക്കുകയാണ്, അഫതഅബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണോ? മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും, എന്തെങ്കിലും ഉപകാരവും ഉപദ്രവവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഈ ശക്തികളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഉഫില്ലക്കും, നിങ്ങൾക്ക് നാശം. വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയ്ക്കും അഫലാ തഅഖിലൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പോ എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യാൻ, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ഈ ശക്തികൾക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ ആരോടാ പറയേണ്ടത്? ഇതിന് കഴിയുന്ന ആളുകളോട്. ചില ആളുകൾ ചോദിക്കും, എന്നാൽ എന്താ മരിച്ചുപോയ മഹാന്മാരല്ലേ, ഒരു കേൾക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യൂലേ എന്ന. അല്ലാഹു പറയുന്നതില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അവർ കേൾക്കില്ല, സഹായിക്കില്ല എന്നാണ്. വല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ലാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ എന്തെങ്കിലും ഒന്ന്, ഒരു കാരക്കക്കുരുവിന്റെ മുകളിലുള്ള പാട പോലും അവർക്ക് ഉടമപ്പെടുത്തിയിട്ടില്ല, അതിനുള്ള കഴിവ് പോലും അവർക്കില്ല. ഇൻ തദഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. വലൗ സമീഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, ഉത്തരം കിട്ടില്ല. ആരായാലും ശരി, അല്ലാഹുവിന് പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും ആരോട് ദുആ ചെയ്താലുള്ള അവസ്ഥ എന്താണ്? എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട് വേണ്ടേ ചെയ്യാൻ? കഴിവില്ല. നമ്മൾ ആരോടാ ചോദിക്കേണ്ടത്? നമുക്കൊരു സഹായം ആവശ്യമായി വന്നു, എനിക്ക് പെട്ടെന്ന് 2 കാലിന് ഒരു വേദന, നടക്കാനൊരു പ്രയാസം, ആരോടാ ഞാൻ സഹായം തേടേണ്ടത്? ആരോടാണ് സഹായം തേടേണ്ടത്? അരക്ക് താഴോട്ട് ചലനശേഷിയില്ലാതെ മുട്ടിട്ടിഴഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനോട് നിങ്ങളൊന്ന് എന്റെ കൈപിടിക്കണം, എന്നെ നടക്കാനൊന്ന് സഹായിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? 2 കണ്ണും എനിക്ക് കാണില്ല, നടക്കാൻ കഴിയുന്നില്ല, ആരോടാ ഞാൻ സഹായം തേടേണ്ടത്? 2 കണ്ണും കാണാത്ത, ചെവിയും കേൾക്കാത്ത, നടക്കാനും ശേഷിയില്ലാത്ത ഒരു മനുഷ്യനോട് നിങ്ങൾ എന്നെ ഒന്ന് കൈപിടിച്ച് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല. ആരോട് തേടണം? കഴിവുള്ളവരോട് തേടണം. ഞാൻ ചോദിക്കുന്ന ആവശ്യം, എന്റെ ആവശ്യം നിവർത്തിച്ചു തരാൻ കഴിയുന്നത് ആരാണോ അവരോട് തേടണം. അല്ലാത്തവരോട് തേടിയിട്ടോ ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻ തദഊഹും, നിങ്ങൾ ഇവരോട് പ്രാർത്ഥന നടത്തിയാൽ ലാ യസ്മഉ ദുആഅക്കും, കേൾക്കുകയില്ല. ഇനി കേട്ടാലോ? കേട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുക, എന്നാലോ മസ്തജാബു ലക്കും, ഉത്തരം കിട്ടില്ല. ഉത്തരം കിട്ടാത്തവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം?
സഹായം കിട്ടാനാണ് ചോദിക്കുന്നത് എങ്കിൽ, ഉത്തരം ലഭിക്കാനാണ് ചോദിക്കുന്നത് എങ്കിൽ അതിന് കഴിവുണ്ടായിരിക്കണം. ഭൗതികമായ ഒരു ചോദ്യമായിരുന്നെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കണ്ണ് കാണാത്തൊരു മനുഷ്യനോട് അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനോട് നിങ്ങൾ എന്നെ കൈപിടിച്ചു തരുമോ എന്ന് ചോദിച്ചതാണെങ്കിൽ വേറൊരാളിത് കേട്ടാൽ നിങ്ങളെന്ത് പൊട്ടന, അയാളോട് ചോദിച്ചിട്ടെന്ത് കാര്യാന്ന് ചോദിച്ചതോടുകൂടി തീരുമായിരുന്നു കാര്യം. സാമ്പത്തികമായി ഒരു ശേഷിയുമില്ലാത്ത ഒരു യാചകനോട് നിങ്ങൾ എനിക്കൊരു 10,000 രൂപ വായ്പ തരുമോ എന്ന് ചോദിച്ചാൽ, നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചാൽ, എന്താ മനുഷ്യ നിങ്ങൾ അയാളോട് എന്തിനാ ചോദിക്കുന്നത്, അയാളെ മക്കൾ തന്നെ പട്ടിണി കിടക്കുകയല്ലേ എന്ന് ചോദിച്ച് ആരെങ്കിലും എന്നെ പിന്തിരിപ്പിക്കുന്നതോടുകൂടി അവസാനിക്കുമായിരുന്നു. എന്നാൽ മരിച്ചുപോയ മഹാന്മാരോടുള്ള ചോദ്യം, സഹായിക്കാത്ത ആളുകളോടുള്ള ചോദ്യം, അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത്തരമൊരു വിഡ്ഢിത്തത്തിലോ അതല്ലെങ്കിൽ തിരുത്തലിലോ അവസാനിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും ഫലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. നാളെ പരലോകത്ത് നിങ്ങളും അവരും ഹാജരാക്കപ്പെടുന്ന സമയം പ്രാർത്ഥിച്ച ആളുകൾ അവിടെയുണ്ട്, പ്രാർത്ഥിക്കപ്പെട്ട ശക്തികളും അവിടെയുണ്ട്, പ്രാർത്ഥിച്ച ആളുകളുണ്ട്, പ്രാർത്ഥിക്കപ്പെട്ട ആളുകളുമുണ്ട്. ആ സമയത്ത് അവിടെ ഹാജരാക്കപ്പെടുന്ന സമയത്ത് യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, ഇത് പറഞ്ഞു തരാൻ അല്ലാഹ് അല്ലാതെ വേറെ ആരാ ഉള്ളത് എന്നാണ്. ഇങ്ങനെ പരലോകത്ത് നടക്കുന്ന ഈ കാര്യം ഇത്ര കൃത്യമായി പറഞ്ഞു തരാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹുവാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചത് കൊണ്ട് തീർന്നില്ല, അല്ലാഹുവാണ് നിയന്താവ് എന്ന് അംഗീകരിച്ചത് കൊണ്ട് തീർന്നില്ല, എല്ലാ കഴിവുകളും അല്ലാഹുവിൻ്റെതാണെന്ന് അംഗീകരിച്ചത് കൊണ്ട് തീർന്നില്ല, മറിച്ച് ഈ ഇബാദത്ത് മുഴുവൻ അല്ലാഹുവിനാക്കി തീർക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. നബിയെ, നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശമുണ്ടാക്കിയത്, ആരാണ് ഭൂമി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹയാണെന്ന് അവർ പറയും. ഖുൽ, അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്, അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി. അല്ലാഹു അല്ലാത്ത ശക്തികളോട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അള്ളയാണെല്ലാം സൃഷ്ടിച്ചത് എന്ന് അംഗീകരിച്ചുകൊണ്ട്, അള്ളയാണെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് അംഗീകരിച്ചുകൊണ്ട്, എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്ത ശക്തികളോട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. മുഹീദ്ദീൻ ശൈഖ് കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, റിഫായി ശൈഖ് രക്ഷിക്കണേ എന്ന് പറയുന്നവർ, ബദ്രീങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് ശക്തികളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അവരോട് ചോദിക്കണം, എന്താ ചോദിക്കേണ്ടത്? ഖുൽ, ചോദിക്കണം, അഫറഅയ്തും, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, മാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, എന്റെ പടച്ച തമ്പുരാൻ എനിക്കൊരു ഉപദ്രവം വരാൻ ഉദ്ദേശിച്ചാൽ, എനിക്കൊരു രോഗം വരാൻ എന്റെ തമ്പുരാൻ ഉദ്ദേശിച്ചാൽ, എനിക്കെന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരാൻ എന്റെ തമ്പുരാൻ ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, ആ ഉപദ്രവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ബദരീങ്ങൾക്ക് കഴിയുമോ? അല്ല എനിക്കൊരു ഉപദ്രവം വരാൻ ഉദ്ദേശിച്ചാൽ, അല്ല എനിക്കൊരു കഷ്ടപ്പാട് വരാൻ ഉദ്ദേശിച്ചാൽ, അതിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ മുഹീദ്ദീൻ ശൈഖിന് കഴിയുമോ? അല്ല എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാൻ ഉദ്ദേശിച്ചാൽ, അതിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കാൻ മമ്പുറത്തെ തങ്ങൾക്ക് കഴിയുമോ? പുത്തൻപള്ളിയിലെ ബി തങ്ങൾക്ക് കഴിയുമോ? ഭീമാ പള്ളിയിലെ ബീവിക്കും മകനും കഴിയുമോ? ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, അല്ലാഹു അല്ലാതെ പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിളിച്ചു തേടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ശക്തികൾക്ക് കഴിയുമോ? ഔ അറാദനി ബിറഹ്മ, അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ എനിക്കെന്തെങ്കിലും ഒരു നന്മ വരുത്താൻ ഉദ്ദേശിച്ചാൽ, എന്റെ കച്ചവടം ലാഭകരമാക്കാനുള്ള ഉദ്ദേശിച്ചാൽ, എന്റെ ആരോഗ്യം ശക്തിപ്പെടുത്താനുള്ള ഉദ്ദേശിച്ചാൽ, എനിക്കൊരുപാട് സന്താനങ്ങളെ തന്ന് എന്നെ അനുഗ്രഹിക്കാനുള്ള ഉദ്ദേശിച്ചാൽ, എനിക്ക് സമ്പത്ത് തന്ന് എന്നെ അനുഗ്രഹിക്കാനുള്ള ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, പടച്ചതമ്പുരാന് പുറമെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ, അവർക്കാർക്കെങ്കിലും ആ അനുഗ്രഹം തടഞ്ഞു നിർത്താൻ കഴിയുമോ? ചോദിക്കണം എന്നാണ്. എല്ലാ കാലത്തും
അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കാനുള്ള ചോദ്യമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്താണ് അത്തരം ആളുകൾക്ക് പറയാനുള്ള മറുപടി? എന്താണ് അത്തരം ആളുകൾക്ക് പറയാനുള്ള മറുപടി? അള്ള ചെയ്യാൻ ഉദ്ദേശിച്ച നന്മ തടുക്കാൻ കഴിയുമോ? അള്ള ചെയ്യാൻ ഉദ്ദേശിച്ച തിന്മ തടഞ്ഞ് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, അങ്ങനെ അവരുടെ മറുപടി അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്നാലും അവരുടെ മനസ്സിലൊരു മറുപടി ഉണ്ടാകും. അള്ള നൽകാൻ ഉദ്ദേശിച്ചത് തടയാൻ മുഹീദ്ദീൻ ശൈഖിന് കഴിയില്ല. അള്ള നൽകാൻ ഉദ്ദേശിച്ചത് തടയാൻ ഒരു തങ്ങൾക്കും ഒരു ബീവിക്കും ഒരു സിദ്ധനും കഴിയില്ല എന്നാണ് അവരുടെ മനസ്സ് മറുപടി പറയുന്നതെങ്കിൽ നബിയെ നിങ്ങൾ പ്രഖ്യാപിച്ചോ, ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. നബിയെ നിങ്ങൾ പ്രഖ്യാപിച്ചോ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ല മതി, എനിക്ക് അല്ല മതി എന്ന് പ്രഖ്യാപിച്ചോ. കാരണം എന്താ? അള്ള ഉദ്ദേശിച്ച തടയാനും കഴിയില്ല. അള്ള നന്മ വിചാരിച്ചാൽ അത് തടയാനും കഴിയില്ല. അള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വിചാരിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ശൈഖന്മാരെനിക്ക്? ഹസ്ബി അല്ലാഹ്, അല്ല മതി എന്ന് പറയണം. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവനിലാണല്ലോ ഭരമേൽപ്പിക്കുന്നവരൊക്കെ ഭരമേൽപ്പിക്കുന്നത്. ആ അല്ലാഹുവിനല്ലേ ഏൽപ്പിക്കാൻ നല്ലത്. ബദരീങ്ങളെ പേരെഴുതി വീട്ടിൽ തൂക്കിയിട്ട് സമാധാനത്തോടുകൂടി കിടന്നിറങ്ങുന്നതിന് പകരം ആ ബദരീങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല, അള്ള ഒരു തിന്മ വിചാരിച്ചാലെങ്കിൽ ആ അല്ലാഹുവിൽ തവക്കുലാക്കുന്നതല്ലേ. വാഹനത്തിൽ ഇതുപോലെയുള്ള തകിടുകൾ, ചെമ്പ് തകിടുകൾ, പുരോഹിതന്മാർ എഴുതിത്തരുന്ന തകിടുകൾ കെട്ടിത്തൂക്കി അവയിൽ ഈ ചെമ്പ് തകിടുകളിലും ഈ ശേഖന്മാരിലും ഈ തങ്ങന്മാരിലും എന്റെ വാഹനത്തെ സമർപ്പിക്കുന്നതിന് പകരം എന്റെ വാഹനത്തിനൊരു അപകടം വരാൻ ഉദ്ദേശിച്ചാൽ അത് തടയാനോ അതിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ കഴിയാത്ത ഇത്തരം ആളുകളിൽ അത് സമർപ്പിക്കുന്നതിന് പകരം പടച്ചതമ്പുരാനിലല്ലേ ഞാൻ സമർപ്പിക്കേണ്ടത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നാൽ എന്റെ കുഞ്ഞുങ്ങളുടെ രോഗം ഭേദപ്പെടുത്തുവാൻ ഈ ശൈഖന്മാർക്കാർക്കും കഴിയില്ല എങ്കിൽ അതിന് കഴിയുന്ന പടച്ചതമ്പുരാനോടല്ലേ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? പറയണം നബിയെ, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ തമ്പുരാൻ മതി, എനിക്കെന്റെ പടച്ചതമ്പുരാൻ മതി. ഈ പ്രഖ്യാപനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നടത്താനുള്ളത്. അല്ലാഹു മതി എന്ന പ്രഖ്യാപനം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തതോടൊപ്പം അല്ലാഹു ആരാണ് എന്നവർക്ക് വിശദീകരിച്ചു കൊടുത്തതോടൊപ്പം അവർ അംഗീകരിച്ച അല്ലാഹുവിന്റെ കഴിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്താൻ അവരോട് ആവശ്യപ്പെടുകയാണ്. അതിനവർ തയ്യാറായില്ല. ഹസ്ബി അല്ലാഹ് എന്ന് പറയാൻ അബൂജഹലിന് കഴിഞ്ഞില്ല. ഹസ്ബി അല്ലാഹ് എന്ന് പറയാൻ മക്കയിലെ മുശ്രിക്കുകൾക്ക് കഴിഞ്ഞില്ല. അള്ളയാണെല്ലാം സൃഷ്ടിച്ചതെന്നവർക്ക് പറയാൻ കഴിഞ്ഞു. അള്ളയാണെല്ലാം സംരക്ഷിക്കുന്നതെന്ന് പറയാൻ കഴിഞ്ഞു. അള്ളയാണെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് പറയാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പോരാ, ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചാലും ഹസ്ബി അല്ലാഹ് എന്ന് പറയാൻ കഴിയണം, എനിക്കെന്റെ അല്ലാഹ് മതി എന്ന് പറയാൻ കഴിയണം. അത് പറയാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിൽ നിന്ന് ആളുകളെ തെറ്റിക്കുവാൻ ഹസ്ബി അല്ലാഹ് എന്ന് പറയുമ്പോൾ പോരാ, അല്ല മാത്രം പോരാ, വേറെയും ചില ആളുകൾ ഉണ്ടെങ്കിൽ സംഗതി നടക്കുകയുള്ളൂ എന്ന് ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആളുകൾ ഉണ്ടാകും എക്കാലത്തും. ആലോചിച്ചു നോക്കൂ, നാം വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്ന് തെളിയിക്കാൻ വാദപ്രതിവാദത്തിന് തയ്യാറാകാൻ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് മടിയില്ല. എന്താ തെളിയിക്കേണ്ടത്? എന്താ തെളിയിക്കേണ്ടത്? ഈ ആളുകൾക്ക് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ച ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് ഈ ആളുകൾ ഇതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം നാം മനസ്സിലാക്കുക. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന നാളെ പരലോകത്ത് നമ്മൾ ആലോചിച്ചു നോക്കൂ. റമളാനിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നാം നോമ്പെടുക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ എന്താണ് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം? രാത്രിയിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും രാവിലെ മുതൽ രാത്രിയുടെ ഒരുപാട് വൈകുന്നത് വരെ കടകളിൽ ജോലി ചെയ്ത് വിയർത്ത് ക്ഷീണിച്ച് അവശരായി റൂമുകളിൽ കിടന്നുറങ്ങുന്നതിന് പകരം പള്ളികളിൽ വന്ന് രാത്രി നമസ്കാരങ്ങളിൽ ഏർപ്പെടുവാനും കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുവാനും നോമ്പെടുക്കുവാനും വിശുദ്ധ ഖുർആൻ കിട്ടിയ സമയത്ത് ഉറക്കൊഴിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് നാളെ പടച്ച തമ്പുരാന്റെ കൂലി ലഭിക്കണമെന്ന ആഗ്രഹമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അംഗീകരിക്കുന്ന
വെച്ച സ്വർഗത്തിലൊരു ഇരിപ്പിടം അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, സാലിഹികളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ നേടിയെടുക്കണമെന്ന ആഗ്രഹമാണ് നമ്മെ അതിനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ സഹോദരന്മാരെ നാം മനസ്സിലാക്കുക. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അസ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അമ്പിയാക്കളോടാണ് പറയുന്നത്. ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നുപോലും അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു ഫലവും ചെയ്യുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം വഖാലൽ മസീഹു യാ ബനീ ഇസ്രായീൽ അബ്ദുല്ലാഹ റബ്ബീ വറബ്ബക്കും എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ വമഅവാഹുൻ നാറു വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് പകരം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം, അല്ലാഹുവിനോട് സഹായം തേടുന്നതിന് പകരം മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിച്ച് അവരോട് ദുആ ചെയ്ത് ഇസ്തിഗാസ നടത്തി അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ, അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. വമഅവാഹുൻ നാർ, അവരുടെ എത്തിച്ചേരുന്ന സ്ഥാനം, വാസസ്ഥാനം നരകമായിരിക്കും എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഇവിടെ ദുർവ്യാഖ്യാനം നടത്താനും നിങ്ങൾ ആ ചെയ്യുന്നതാണ് ശരിയെന്ന് പറയാനുമൊക്കെ ഒരുപാട് പുരോഹിതന്മാരുണ്ടായേക്കാം. പക്ഷേ ഇങ്ങനെ ശിർക്ക് ചെയ്ത് അക്രമികളായ ആളുകൾക്ക് പരലോകത്ത് സഹായം നൽകാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. വമാ ലിൽസാലിമീന മിൻ അൻസാർ, ആരും തന്നെ നമ്മെ സഹായിക്കാനുണ്ടാവുകയില്ല എന്ന ബോധം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന മുത്തഖികളായി, മുസ്ലിമുകളായി മാറാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് വരുന്നതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹിദായത്ത് ലഭിച്ചതിന് ശേഷം വഴിതെറ്റിപ്പോകുന്ന ആളുകളിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാനെ മനസ്സിലാക്കുകയും അവന് മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിങ്ങളായി, മുത്തഖികളായി, മുഅ്മിനുകളായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കും ഗുരുനാഥന്മാർക്കും അവൻ അനുഗ്രഹം നൽകുമാറാകട്ടെ. അതിഭീകരമായ നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ കൂടെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള അവസരം അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭൗതികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.